രാജ്യത്ത് നമ്മൾ വർഷങ്ങളോളം ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ആ സംവിധാനത്തിന്റെ കീഴിൽ പോകുന്ന നമ്മളെ ഇയാൾക്ക് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഒരു കാര്യം ഓർത്തോളൂ, കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആയിരുന്നാലും ശരി, ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സതീശ മേനോനായിരുന്നാലും ശരി, മേനോനെ നിങ്ങൾ ഓർത്തോ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഭൂരിപക്ഷം വരുന്നതും തൊഴിലാളി വർഗമാണ്. ആ വർഗം സടകുടഞ്ഞെഴുന്നേറ്റാൽ ഒരു സതീശ മേനോനും മന്ത്രിയായി കേരളത്തിന്റെ മണ്ണിൽ തുടരാൻ കഴിയില്ല. അത് മനസ്സിലാക്കി പോകണം നിങ്ങൾ. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗം നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം, ജനാധിപത്യവും മതേതരത്വവും തൊഴിലാളിസം നിലനിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ പൊരുതും. ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഞങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അക്ഷരാർത്ഥത്തിനുള്ള സമരരംഗത്തേക്ക് ഏത് ഭരണം വന്നാലും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സമര സഖാക്കളെയും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ സമരത്തെ അഭിവാദ്യം ചെയ്തിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് MK